ഈ നിഹാങ്കുകളെ വാളുറയിൽ നിന്ന് പുറത്തെടുത്താൽ രക്തം കണ്ട് മാത്രമേ ഉള്ളിൽ വെക്കൂ എന്നുള്ളൊരു കഥയുണ്ട്. വൈശാഖി ഭീകര കഥ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട് മാത്രമല്ല, കർഷക സമരത്തിൽ ഒരാളെ വെട്ടിക്കൊന്ന് കൈയും കാലും വെട്ടി. അതെ അതെ. പക്ഷെ ഇവിടെ ഒരു പാവങ്ങളെ പോലെയാണല്ലോ ഉള്ളത്. പാവം, കാണാൻ പാവങ്ങളാ, ഭീകരന്മാരാ. പോയി നോക്കാം. बिल्कुल कुछ नहीं आखना बह जान दे चंगा बह जान दे ठीक है. ഓക്കെ. ഇതാണ് ഇവരുടെ ഒരു പ്രത്യേകത. ഞാനിവിടെ വന്നപ്പോൾ ചെരുപ്പുണ്ടായിരുന്നു, ഷൂ ഉണ്ടായിരുന്നു, അത് അഴിച്ചു വെക്കണം എന്ന് പറഞ്ഞു. കയ്യിൽ എന്തെങ്കിലും തുണിയുണ്ടോ തലയിൽ കെട്ടണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ തന്നെ അവരുടെ കയ്യിലുള്ള ഒരു തുണി എടുത്ത് കെട്ടി തന്നതാണ്. നമുക്ക് അവരോട് സംസാരിക്കാം. ഓ, आपका तलवार का कहानी क्या है? सारी ਵਿਉਂਤ ਦੇ ਨਾਲ ਸਮਝਾਇਆ। ਉਸ ਸਮੇਂ ਦੇ ਜਿਹੜੇ ਹਾਕਮ ਸੀਗੇ, ਜਦੋਂ ਉਹ ਨਹੀਂ ਸਮਝੇ, ਫਿਰ ਗੁਰੂ ਗੋਬਿੰਦ ਸਿੰਘ ਮਹਾਰਾਜ ਜੀ ਨੇ ਫਿਰ ਇਹ ਤਲਵਾਰ ਜਿਹੜੀ ਉਠਾਈ ਆ। ਅੱਜ ਕਿਸਾਨ ਵੀਰਾਂ ਦੇ ਨਾਲ ਭਾਰਤ ਸਰਕਾਰ ਜਿਹੜੀ ਆ ਜ਼ੁਲਮ ਕਰਦੀ ਆ, ਧੱਕਾ ਕਰਦੀ ਆ। ਸੋ ਅਸੀਂ ਕਿਸਾਨਾਂ ਦੇ ਹੱਕ ਦੇ ਵਿੱਚ ਸ਼ੰਭੂ ਬਾਰਡਰ ਤੇ ਪਹੁੰਚੇ ਆ। भाई साहब, ये चुनाव का काल है, अब क्या सोच रहे हैं? मोदी सरकार कैसे है? ਇੱਕ ਰਾਜਾ ਹੁੰਦਾ, ਜਿਹੜਾ ਰਾਜਾ ਵਾ ਉਹਨੂੰ ਆਪਣੀ പ്രജ ਦੇ ਨਾਲ ਧੱਕਾ ਨਹੀਂ ਕਰਨਾ ਚਾਹੀਦਾ. സമരവുമായി ബന്ധപ്പെട്ട് ഒപ്പം സർക്കാരിൻ്റെ അഭിപ്രായമൊക്കെയാണ് ഇപ്പം അദ്ദേഹം പറഞ്ഞത്. അതിനപ്പുറത്തേക്ക് ഈ നിഹാങ്കളുടെ വേഷം നമ്മൾ കാണുമ്പോൾ ഒരു നീല കളറ്, അവരുടെ തലയിൽ ചില അടയാളങ്ങൾ, തലയിൽ പ്രത്യേകതരം കെട്ട്, മാത്രമല്ല നോക്കൂ, ഈ ആയുധം, വാള്, ഇവരെല്ലാ ആളുകളും ആയുധങ്ങളായിട്ടാണ് നടക്കുക. നമ്മളെപ്പോൾ കാണുമ്പോൾ ഇവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ടാവും. മാത്രമല്ല ഈ കുതിരകൾ ഇവരുടെ ഈ ആചാരത്തിൻ്റെ അനുഷ്ഠാനത്തിൻ്റെ ഒക്കെ ഭാഗമാണ്. അതായത് നമ്മുടെ സമൂഹത്തിൽ തന്നെ ആയുധവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗം ഉണ്ട് എന്നുള്ളതാണ്. ഈ കർഷക സമരം വന്നപ്പോഴാണ് ഇവരെ കൂടുതലായിട്ട് ആളുകൾ അറിഞ്ഞത്. നേരത്തെ ഞാനും വൈശാഖം പറഞ്ഞ പോലെ തന്നെ ഡൽഹിയിൽ കർഷക സമരം നടന്ന സമയത്ത് ഈ മത പുസ്തകത്തെ അവഹേളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 35 വയസ്സുകാരനെ കൈയും കാലും വെട്ടി കൊലപ്പെടുത്തിയിട്ടുണ്ട് നിഹാങ്കുകൾ. എന്തായാലും മതമാണ്, ആചാരമാണ്, അനുഷ്ഠാനമാണ്, ഇങ്ങനെയൊക്കെ പല സംസ്കാരങ്ങളുടെ ഒരു കൂടിച്ചേരലാണ് ഇന്ത്യ എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ജനാധിപത്യത്തിൻ്റെ ഉത്സവം എന്ന് പറയാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഇവിടെ ശംഭു അതിർത്തിയിൽ സമരം തുടരുന്നുണ്ട്. നമുക്ക് പഞ്ചാബിലൂടെയുള്ള യാത്ര വീണ്ടും തുടരാം നമ്മുടെ മോട്ടോർ സൈക്കിളിൽ.